പോവാണോ നീ? നൈസ്. ഹായ്. വൈ അല്ല അല്ല ഹായ് അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും അസ്സലാം. അല്ല എന്താ നിങ്ങൾക്ക് എന്താ ഹബ്ബി നിറഹ അച്ചബട്ട ഹബീബി കം ടു ദുബായ്. നിറഹ നിഹാര. നിറഹ നിഹാര. നിഹാറിന്റെ പേര് മാറ്റി നിറഹ. നിറഹ. പള്ളിക്കുന്നില് അള്ളിക്കുന്ന് അവിടെ ആത്തുന്ന് വിളിക്കുന്നു. അത് എന്താ അവിടെ എന്ത് വിളിക്കുന്ന പറഞ്ഞ? ആത്തു. ആത്തു. ആത്തു അത് വീട്ടിൽ വിളിക്കുന്നവരെ. പിയാത്തു എന്നായിരിക്കും. ആത്തു. പിയാത്തു അപ്പൊ ആത്തു ഏത് പാട്ടാ പാടുന്നേ? അനുരാഗ മധുചഷകം. അനുരാഗ മധുചഷകം അല്ലേ? പടത്തിന്റെ പേര് ഗംഭീരമാ. ഭാർഗവി നിലയം. ഓ അതല്ലേ വൈറ്റ് ഒക്കെ ഇട്ട് നിക്കുന്നേ. മീനൂട്ടിയുടെ പേടിയൊക്കെ മാറിയോ? അറിയണ്ട കേട്ടോ, എനിക്ക് ഒരു പേടിയില്ല. ഇല്ല. നിങ്ങൾ രണ്ടുപേരും അപ്പൊ മോള് ആരാണ് ഈ കസേരയിൽ വന്നിരുന്നു ചേച്ചി കഴിഞ്ഞാല് കണ്ടിന്യൂ. ചേച്ചി മോള് ഈ കസേര വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു രവി ചേച്ചി. നിങ്ങൾ രണ്ടുപേരും ആരാണ് പ്രേതം? ഇത് ബ്ലാക്ക് അതായിരുന്നു ഞാൻ എത്ര നേരം കണ്ടിന്യൂ പറഞ്ഞത്. അപ്പൊ ഈ അവിടെ ഒരു MG ഞങ്ങളെ എനിക്ക് ഇഷ്ടമല്ലത്. ഒരു പ്രേതം വന്നാലും പ്രേതം വന്നാലും എനിക്ക് കുഴപ്പമില്ല. അല്ല നോക്കി, ഈ പ്രേതങ്ങൾ ഇടുന്ന രണ്ട് കളർ ഡ്രസ്സാണ്. ഒന്ന് വൈറ്റ്, ഇത് നീലയാട്ടോ. അളിയങ്കാട്ട് നീലി. നീലി. നീലിയുടെ വേഷം ഇതൊന്നും അല്ല. നീലി വെള്ള സാരി കൊടുക്കുന്നേ. നമുക്കൊരു എഫക്ട് വേണ്ട, ഇട്ടാലോ? എനിക്ക് കാണാം. വെള്ളയില് നീലക്കര കാണുമല്ലോ. പിന്നെ ഇതെന്താ തിരുവാതിര കളിക്കുമെന്ന്? ഇല്ല വേണ്ട, അല്ല കാണണ്ട. മീനൂട്ടിക്ക് ഇഷ്ടമല്ലേ അത്? എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഈ ഇവിടെ ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് ഇഷ്ടല്ല. ഇതൊക്കെ വന്ന് വർഷങ്ങളായിട്ട് എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഭാർഗവി നിലയം ചിത്രം, ബാബുക്ക മ്യൂസിക്, പിന്നെ ലിറിക്സ് ഭാസ്കരൻ മാഷ്, മാഷ് പാടിയത് ജാനകി അമ്മ. ഇങ്ങനെ വരും. അതെ. വർഷം 1964. ബ്യൂട്ടിഫുൾ സോങ്. അത് MG ഞങ്ങള് വേറൊരു സംഭവം. ഇത് റിമി ചേച്ചിനെ അനുകരിക്കോ? അത് തമ്മിലൊക്കെ പറ്റൂന്ന് എനിക്ക് ഇവളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നുള്ള ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് പലപ്പോഴും ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് എന്നോട് തിരിച്ച് ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഞാൻ ചിരിക്കുന്നത്? ചിരിയല്ലേ? അപ്പൊ ഒന്ന് കേക്കട്ടെ. ഒന്നൊന്ന് കേൾപ്പിച്ചേ. തല്ലല്ലേ. ഒരു കേറത്ത് എറിയാൻ ചാൻസ് ഉണ്ട്. ശ്ശേ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതാ. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ടു തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, സങ്കട കടലിനും സാക്ഷിയാവാം, കാലമാ ഖബറിടും മൂടി നിൽക്കാം, നിരിൻ വഴികളിൽ തീരാനാളവും നീറുന്ന നിന്നിഴൽ മാത്രം, എനിക്കെല്ലാം ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടാ. പണ്ടേ പണ്ടു തൊട്ടിനുള്ളിലുള്ള പാട്ട്. ആ കലക്കി. ഞാൻ ഇത്ര നന്നായി പാടാറില്ല. അല്ല ഞാൻ ഓർത്തേ വല്ല ഇങ്ങനെ ചിങ്കിരി ചിങ്കിരി ഞാനും അതാ ഡാൻസോ ഓർത്തേ. വല്ല ഇങ്ങനെ ചിങ്ങമാസ ആറുമുഖൻ. അതുണ്ട് ഇടയ്ക്ക് വയലിനൊക്കെ വയ്ക്കുന്നു. ആ പക്ഷെ ഈ പാട്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതെന്താടാ? അയ്യ. അങ്കിളിന് ഇഷ്ടപ്പെട്ടു. അത് കാണിച്ചു മറ്റേത്. എന്നാ ഒരു ഫാസ്റ്റ് നമ്പർ കാണിച്ച എന്തെങ്കിലും ഉള്ളിൽ കൊതി വിടരും. ആ ചിങ്കിച്ച് ചിങ്കിച്ച് ചിങ്. ആ അത് ശരിയാട്ടോ. അത് മിക്കപ്പോഴും ഉണ്ടല്ലേ. എപ്പോഴും നമ്മുടെ വൃത്തികേടുകൾ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. വൃത്തിയോടൊന്നല്ല, ആണെങ്കിൽ അത് തന്നെ പറ്റൂ. അറിയാണ്ട് വരണതാണ്. ഇനി കൊള്ളാല്ലേ? എന്റെ ഒരു റിക്വസ്റ്റ്, ഇനി അടുത്ത് നമ്മുടെ ഞങ്ങൾ ഗുരുവിനെ എന്തെങ്കിലും സാറേ ആ പറ്റും പറ്റും. മോക്ക് പറ്റാത്തൊന്നുമില്ല. ആ ചിരി 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 ചിരിയോ. എന്റെ മറ്റേ കടലപ്പാട്ടില്ലേ, ആ ആ അതിന് പോക്കരിക്കാരന്റെ ചുക്ക് കാപ്പിക്ക് കുച്ചു കാപ്പി പറഞ്ഞില്ലേ, ആ അപ്പൊ ചിരിച്ചോണ്ട് എഴുതിയതാണ്. ആ റിമി ചാടി അപ്പുറത്ത് പോകാത്ത കൊള്ളാം. വെള്ളം വല്ലതും വേണോ കുടിക്കാൻ? അതെ, കുറച്ച് ആവശ്യം വരും. ഇത് മാർക്കിനെ ബാധിക്കോ? ഏയ് ചിലപ്പോ ശകലം മുഖം മാറിയോ എന്നൊരു സംശയം. ആരുടെ മാറുന്നു? എനിക്ക് ഒരു കുഴപ്പം, എനിക്ക് സന്തോഷമുണ്ട്. മക്കളെ പാടിക്കോ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Nice.